ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കൊഞ്ചം ബിരിയാണിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. നന്നായി വാഷ് ചെയ്തെടുത്ത ഒരു കൊഞ്ചനാണിത്. അതിലേക്ക് കോൺഫ്ലവർ പൊടിയാണ് ഇട്ടിട്ടുള്ളത്, കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒഴിച്ചത് വിനാഗിരിയാണ്, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, ഒരു സ്പൂണ്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതും നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെക്കുക. നമുക്കിതൊന്ന് കൊഞ്ചനൊന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില ഇട്ടിട്ട് നമുക്ക് കൊഞ്ചൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഇത് ഒരു ഭാഗം പൊരിഞ്ഞതിന് ശേഷം ഇപ്പുറത്തെ ഭാഗം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. മറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാല തയ്യാറാക്കലാണ്. 2 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 4 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലാണ് വെക്കുന്നത്, മസാല ഉണ്ടാക്കുന്നത്. കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 6 kg നെയ്യാണ് ഇട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പൂൺ 6 kg നെയ്യ് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ തയ്യാറാക്കിയ കൊഞ്ചം പൊരിച്ചതിലുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ 2 ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. വിസിലൊന്ന് വരുത്തി കണ്ടിട്ടോ, കുറച്ച് ടൈം ഒന്ന് അടച്ച് വെച്ചാൽ മതി. നല്ലപോലെ വാടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നല്ലപോലെ വാടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 തക്കാളിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് അടച്ച് വെക്കാം. വിസിലൊന്നും വരുത്തിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നേ. ഇനി ഇതിലേക്ക് നമുക്ക് കൊഞ്ചം കുറച്ച് കൊഞ്ചനും കുറച്ച് കൊഞ്ചന തലയും മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. അതിനുശേഷം ഇറച്ചി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇറച്ചി മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചേ വേണ്ടൂ. നമ്മളെത്ര മസാലൻ്റെ നോക്കിയിട്ട് അതിൻ്റെ കണക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വെച്ചിട്ടുണ്ട്. അടച്ചതിന് ശേഷം ഇതിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് വിസിൽ വരുത്തിക്കാണ്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം, പിന്നെ അങ്ങനെ വെച്ചാൽ തന്നെ കുറച്ച് വിസിൽ വരും, എന്നാലും ഒന്ന് നോക്കി ജസ്റ്റ് നോക്കിയിട്ട് ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. നമ്മുടെ മസാലയുടെ സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയ കൊഞ്ചം പൊരിച്ചതാണ് കേട്ടോ ഇത്, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചോറ് റെഡിയാക്കലാണ്. കുക്കറിലാണ് ചോറ് റെഡിയാക്കുന്നത്. നമ്മൾ ഫസ്റ്റ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് അതിലേക്ക് 6 kg നെയ്യും കൂടി ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചോറ് റെഡിയാക്കുന്നതിന് മുന്നായിട്ട് ഇതൊന്ന് വാട്ടി എടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു കഷ്ണം ഉള്ളിയാണ്, ഇതുപോലെ നേർങ്ങനെ കട്ട് ചെയ്തതാണ്. നേർങ്ങനെ കട്ട് ചെയ്യണം. ഇതൊന്ന് ഉണക്കിയ പോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായി ഒന്ന് ഉണക്കിയിട്ട് പൊരിച്ചെടുത്ത് സെറ്റാക്കിയിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കലാണ്. നമ്മൾ 700 അരിയാണ് എടുക്കുന്നത്, നേരിയ അരി. അതുകൊണ്ട് 1 കപ്പ് വെള്ളവും 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലായതുകൊണ്ടാണ്, കുക്കറിൽ ഇങ്ങനെയാണ് കണക്ക്. പിന്നെ ആവശ്യത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ പട്ട കറാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ നീരാണ് കേട്ടോ, ഇതുപോലെ ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇത് വെള്ളം പതിച്ചതിന് ശേഷം നമുക്ക് ഈ നന്നായി വാഷ് ചെയ്തെടുത്ത നേരിയ അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ, കുക്കറിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒന്ന് കാണണം. അതുപോലെ കുക്കറിൽ റെഡിയാക്കുന്ന നെയ്ച്ചോറാണ് പെട്ടെന്ന് തയ്യാറാക്കുന്ന. നമ്മളിത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ വിസിലേ വേണ്ടു കേട്ടോ ഇതിന്. നമ്മളുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഒന്ന് വിസിൽ കളഞ്ഞിട്ട് മാത്രമേ കുക്കർ ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചോറ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചെമ്പെടുക്കാം. അതിലേക്ക് കുറച്ച് 6 kg നെയ്യ് ഇറ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നല്ല സെറ്റായ മസാലയാണ്. അതിന് ശേഷം നമ്മൾ ചോറ് നേരത്തെ തയ്യാറാക്കി ആ ചോറും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കളർ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കളർ ഇട്ടിട്ട് ഇതുപോലെ നേരത്തെ തയ്യാറാക്കിയ മറ്റേ മസാലകളും മല്ലിയിലയും അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ദമ്മ് കൂട്ടലാണ്. ഇതുപോലെ ഓരോന്നായി സ്റ്റെപ്പായി ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലയിൽ ചോറിടുക. ഇതാണ് ദമ്മ് കൂട്ടലെന്ന് പറയും. ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ക്യാരറ്റ്, മല്ലിയില, ഉള്ളി, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ട് കളറും കൂടി ഇട്ട് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. കൊഞ്ചൻ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കളറൊക്കെ ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊഞ്ചൻ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇതിന് കുറച്ച് ടൈം ഒന്ന് അടച്ച് വെക്കേണ്ടതുണ്ട്. നമ്മൾ കൊഞ്ചൻ ബിരിയാണി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.